ഒരു സവാള 5-6 കുഞ്ഞുള്ളി ഇട്ടാലും മതി. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, പച്ചമുളക്, ഗാർലിക് വഴറ്റാം. അതിലേക്ക് സവാള അരിഞ്ഞത്, കറി ലീവ്സ്. ഉള്ളി വഴന്നിട്ടുണ്ട്. അതിലേക്ക് ബ്രോക്കലി. ഇതൊരു 2.5 കപ്പ് വേണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു ആവി കയറുമ്പോൾ വെന്തോളുമല്ലോ. മഞ്ഞൾപ്പൊടിയുണ്ട് 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതങ്ങ് വേവും. ബ്രോക്കലിയൊക്കെ കൂടെ കിടന്നിട്ടേ, ഉള്ളിയൊക്കെ കൂടെ കിടന്നിട്ട് നല്ലൊരു അരോമ വരുന്നുണ്ട്. തീ കുറച്ച് വെക്കണം, വലിയ ഹൈ ഫ്ലെയിം വെക്കരുത്. ഇത് തുറന്ന് നോക്കാം. 2 മിനിറ്റായി. എന്താ, ബ്രോക്കലി ഒന്ന് ആവി വേറിയാൽ മതിയല്ലോ. ഇത് വെറുതെ പച്ചയ്ക്ക് കഴിക്കുകയും കൂടി ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് ഓപ്ഷനല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ. തേങ്ങ 1/4 കപ്പുണ്ട്. ഇതിലേക്ക് പനീർ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിടാം, പൊടിച്ചെടുക്കാം, എങ്ങനെയല്ല ഇടാം. ഇതൊരു 150 ഗ്രാംസ് ആയിരുന്നു. ഒന്ന് ആവി വന്നാൽ മതി. ഓവർ കുക്ക് ചെയ്യല്ല പനീർ ഇട്ടിട്ട്. എന്ത് എളുപ്പം ഉണ്ടാക്കാം. 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ ഇത് ഉണ്ടാക്കാൻ. 1 to 2 മിനിറ്റ്സേ പനീർ ഇട്ടിട്ട് വെക്കാവുള്ളൂ. വെന്ത് കഴിഞ്ഞു, റെഡി ആയിക്കഴിഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള പനീർ ബ്രോക്കലി തോരൻ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് വെറുതെ കഴിക്കാം. പ്രോട്ടീൻ അല്ലേ പനീറും ഒക്കെ ചേർന്നിട്ട്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെന്താ ചോറിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണേലും എങ്ങനെയും ചുമ്മാതെ കഴിക്കാം. നല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹെൽത്തി തോരൻ.